മയ്യിത്തിനെ കഫൻ ചെയ്തു, ബഹുമാനത്തോടെ എടുത്തു വെച്ചു. യാസീൻ ഓതിയിട്ട് നല്ല യാത്രയപ്പ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലി കൊണ്ടുപോയി ഖബർക്ക് താത്തി. എന്നിട്ടും പിരിയാത്ത ബന്ധം. അവിടെ അത്ര നിൽക്കുന്നത് തൽക്കീൻ ചൊല്ലി, തസ്ബീഹ് ചൊല്ലി, പിന്നെ കട്ടപ്പര കെട്ടി, പിന്നെ 3, 7, 14, 40 സ്വതക്ക തന്നെ. ഒരു കൊല്ലം കഴിയുമ്പോ മക്കളെ ബാപ്പ വെച്ച മാസാത്തോ അടുത്ത മാസം അതിന്റെ വേണ്ട കെട്ടിച്ച പെൺകുട്ടികളൊക്കെ വിളിച്ചെത്തി, പേരക്കുട്ടികളൊക്കെ കൂടി, എളാപ്പി മൂത്താപ്പിൻ കൂടി, ബാപ്പാനെ തുറക്കാനെ വിളിച്ച്, നാട്ടുകാരൊക്കെപ്പാടെ കൂടി. നേതൃത്വത്തിന് പള്ളിയിൽ ആത്മീയ നേതാവും വന്നു. ബാപ്പ മരിച്ച ദിവസമാണ്. ബാപ്പാനെ പറ്റി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചർച്ച ചെയ്ത് കൂടി സ്ഥിതിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു. ആ ഭക്ഷണം ബാപ്പാനെ ഒരു സ്വതയാക്കി എന്റെ ബാപ്പാന്റെ ഖബറിലേക്ക് എത്താൻ അള്ളാനോടൊന്ന് ദ്വാരക്കാൻ, നമ്മൾ ദ്വാരക്ക് ഉത്തരം കിട്ടാനും ബാപ്പാക്ക് കൂലി കിട്ടാനും ഒരു ഫാത്തിഹ, 3 ഖുൽ ഹുവല്ലാഹു, ഒരു യാസീന്, റബ്ബിൽ ഫലഖ് റബ്ബിൻ നാസ് ഇത് ഓതിയിട്ട് നല്ല ഒരു ആമീൻ. ഒരു 10 മിനിറ്റ് നേരം ബാപ്പ നമ്മളെ കൽബിക്ക് വരെ വന്നു. ബാപ്പ ഇവിടെ കിടന്ന ബാപ്പ മരിച്ചുപോയി. പഠിച്ചോലെ നാളെ ഞാൻ മരിച്ച എന്റെ കുട്ടികളിൽ ഓർക്കണം, ബാപ്പാന്റെ വീടാണിത്. ഞാൻ ഇതൊരു മനുഷ്യത്വല്ലേ, ഇതൊരു മാനവികതയല്ലേ. നമ്മൾ കൂട്ടത്തിൽ പോകുമ്പോൾ മറക്കാൻ ഒന്നും വേണ്ട. ഗൾഫൊക്കൊന്നും പോയി, ഗൾഫൊക്കെ പോയി പിന്നെ വന്നൊരു മാസത്തിനെ കണ്ടപ്പോൾ ഒരു മുണ്ടാട്ടം ഒന്നുമില്ല. പിന്നെ അങ്ങാടിന്ന് കണ്ടപ്പോ ഉച്ചക്ക് വലുതായി പോയില്ലേ, എന്തേ എന്നെ കുറിച്ച് വന്നിട്ടൊരു മാസം ഒന്ന് വിളിച്ചൂടെ ഞങ്ങൾ ഈ പെരിയില്ലാതെ ഞാൻ പതേ ഞാൻ വിളിച്ച ഓർമ്മ ഉണ്ടാവൂലേ. കായ് കൂടി അങ്ങനെ തന്നെ നമുക്കൊരു വെറുപ്പ് വന്നോ, എന്തേ ബന്ധാണ് വിട്ടപ്പോഴേക്ക് എന്നാണ് മതിയോ. ശരിക്കും ആത്മാർത്ഥമായ സ്നേഹം തന്നെ എന്താ, ഇടയ്ക്ക് വിളിക്കുക, പറയാ, ബന്ധപ്പെട്ട് ഇങ്ങനെയല്ലേ. ഇത് മരിച്ചാൽ മരിച്ചാൽ ഈ സത്യന് ജീവിതം തീരല്ലോ. ഇസ്ലാമിന്റെ തത്വപ്രകാരം മരിച്ച ജീവിതം തീരല്ല, ജീവിതം തുടങ്ങുക. ഇപ്പൊ ഈ അടുത്ത് ഒരു മാസം മുമ്പ് ഛത്തീസ്ഗഡിലേക്ക് ഒരു യാത്ര പോയി. ചികിത്സാവിശാർത്ഥം പോയതാ, എന്നാലും പോയാലും ചികിത്സാവിശാർത്ഥം പോയതാ. പോകുമ്പോ ട്രെയിനിൽ വെച്ചിട്ട് കുറെ അംശങ്ങളൊക്കെ ഇട്ട് പരിചയപ്പെട്ടു. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ ആദ്യത്തെ ഇങ്ങനെ വിട്ടുന്നു, പിന്നെ നിക്കച്ചണ്ട നമുക്ക്. അപ്പൊ ഓലത്തിന്റെ അടുത്താണ് നിക്കച്ച കട്ടിക്കള്ളാസ് വിളിച്ചൊക്കെ സ്ഥലം. അപ്പൊ സോപ്പിട്ട് നിക്കാരെ കണ്ടപ്പോൾ എനിക്ക് വലിയ കാര്യം, പിന്നെ ഒഴിഞ്ഞെന്നോര് പിന്നെ ഇങ്ങനെ വർത്താനത്തിൽ കയറി. അപ്പൊ വർത്താനം പറഞ്ഞപ്പോ ഒരു കാര്യത്തിനാവണല്ലോ. അപ്പൊ ഞാൻ വെറുതെ തമാശയോട് ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങളെ മതത്തിലേക്ക് ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞു, മരണത്തിന്റെ ശേഷം മുമ്പ് പിന്നെ കുറെ വേണ്ടാത്തരം ചെയ്താൽ കുറ്റാങ്ങളെ മതം നമ്മളെ മതമൊക്കെ പറയാം, എല്ലാ മതവും നല്ല എന്നെ പഠിപ്പിക്കണം, ഭക്തിനെ പഠിപ്പിക്കണം. പക്ഷെ ഈ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ശേഷം വല്ല ഐഡി എടുത്തുണ്ടോ വെച്ചാൽ വെറുതെ അറിയാൻ വേണ്ടി നിങ്ങളെ മതത്തിലെ വല്ല ഐഡി അവരിങ്ങനെ നോക്കി. എന്താ അതായത് ഇവിടെ നിന്ന് നല്ല തെറ്റ് ചെയ്തു പോയ ആള് അയാൾക്ക് അവിടെ വെച്ച് എന്ത് കിട്ടും. മരിച്ച് മറമാടിയിട്ട് കുഴിമാടത്തിൽ വെച്ച് ഞാൻ